ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, ഒരു ലിമിറ്റഡ് സീരീസ്. അതിൻ്റെ പേരാണ് രാഖ്. ഭയങ്കര ഒരു റിവറ്റിംഗ് ആൻഡ് സാഡ് ആൻഡ് ഹൊറിഫൈങ് സീരീസാണ്. അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് രാഖ്. അതായത് ഒരു പേരൻറ്റിനും അത് ഹൃദയം തകരാതെ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ശരിക്കും നടന്നൊരു സംഭവമായിട്ട് ബന്ധമുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അന്ന് റിപ്പബ്ലിക് ദിനത്തിൽ കുട്ടികൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുമല്ലോ. അപ്പോൾ കൊടുക്കുന്നതിനിടയ്ക്ക് സഞ്ജയ് ചോപ്ര മെമ്മോറിയൽ അവാർഡ്, ഗീത ചോപ്ര അവാർഡ് ഫോർ ബ്രേവറി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണിത്. സഞ്ജയ് ചോപ്ര ആൻഡ് ഗീത ചോപ്ര 1978 കൊല്ലപ്പെട്ട രണ്ട് ടീനേജേഴ്സ് ആയിരുന്നു. ഗീതയ്ക്ക് 16 വയസ്സ്, ഗീതയുടെ ബ്രദറാണ് സഞ്ജയ്. ഇവർ ഒരു നേവൽ ഓഫീസറുടെ മക്കളാണ്. ഗീത ഒരു നല്ല പാട്ടുകാരിയാണ്, റേഡിയോയിൽ ഒരു പ്രോഗ്രാമും ഹോസ്റ്റ് ചെയ്തിരുന്നു. ഗീതയ്ക്ക് കൂട്ടുപോയിരുന്നു അനിയൻ. ഇവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് കുട്ടികൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. ഇവരുടെ അച്ഛൻ ഇവരെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോയ ഗീതയും സഞ്ജയും പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ നടന്നത് ഒരു നേഷൻ വൈഡ് മാൻ ഹണ്ടാണ്. ഈ കുട്ടികൾ എവിടെ പോയി, എവിടെ അപ്രത്യക്ഷരായി. ഇതിനിടയ്ക്ക് 2 ദൃക്സാക്ഷികൾ വന്ന് പറഞ്ഞിരുന്നു ഈ കുട്ടികൾ ഒരു ഫിയറ്റ് കാറിൽ ആരോ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു എന്നൊക്കെ. പക്ഷേ എന്തായാലും പോലീസിൻ്റെ അനാസ്ഥയാണോ എന്താണോ എന്നറിഞ്ഞൂടാ. 3 ദിവസങ്ങൾക്ക് ശേഷം വളരെ ചീഞ്ഞഴുകിയ നിലയിലും ക്രൂരമായി കൊല്ലപ്പെട്ട രീതിയിലും ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടുപിടിച്ചു. കുൽജീത് ജസ്വാൽ അഥവാ ബില്ല രംഗ, കൊടും കുറ്റവാളികൾ, 24-22 വയസ്സേ ഉള്ളൂ. അവരാണ് ഇതിന് കാരണം. അവർ പോലീസിൻ്റെ വലയിലാവുകയും ചെയ്തു. നിർഭയ കേസിൽ എന്ന പോലെ ഒരു നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റും ആൾക്കാർ റോട്ടിലേക്ക് ഇറങ്ങി. അന്ന് ഭരിച്ചിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു പ്രൈം മിനിസ്റ്ററായിട്ട്. ആളുടെ സർക്കാർ വരെ വീഴും എന്നുള്ളൊരു ഇത് വന്നപ്പോഴേക്കുമാണ് ഇത് ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായത്. ഈ കുട്ടികൾ ലിഫ്റ്റ് ചോദിച്ചിരുന്നു. ലിഫ്റ്റ് ചോദിച്ച ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പേരൻസിൻ്റെ കയ്യിൽ നിന്ന് മോചനദ്രവ്യം മേടിക്കണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവർ കൊണ്ടുപോയതെങ്കിലും വെറും ഒരു നേവൽ ഓഫീസറുടെ മക്കളാണ്, ഇവർക്ക് അങ്ങനെ കാശൊന്നുമില്ല എന്നറിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇവരെ ഇറക്കി വിടേണ്ടതായിരുന്നു. പക്ഷേ എന്തോ കുട്ടികൾ ഭയങ്കരമായിട്ട് പോരാടി. ഇവർ ആക്ച്വലി ഇറിറ്റേറ്റ് ചെയ്തു. കരഞ്ഞും ബഹളം വെച്ചും മുടി പിടിച്ച് വലിച്ചും കുട്ടികൾ അവസാനം ഈ ആൺകുട്ടിക്ക് മുറിവേൽക്കുകയും ചെയ്തു. അവസാനം ഈ കുട്ടികളെ ജീവനോടെ വിടരുത് എന്ന് തീരുമാനിച്ച് തന്നെ ആദ്യം ഈ ആൺകുട്ടീനെ കൊന്നു. അതിനുശേഷം പെൺകുട്ടിയെ നിർദാക്ഷിണ്യം ബലാത്സംഗം ചെയ്തു കൊന്നു. പക്ഷേ അതിനിടയിലും അവളുടെ ഒരു അക്രമിനെ ഭയങ്കരമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ മറന്നില്ല. കുട്ടികൾ ജീവനോടെ ഇല്ല. പക്ഷേ അവർ ധീരമായി പോരാടിയ കഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവരെ ആദരിക്കാൻ എന്ന രീതിയിൽ ഒരു സഞ്ജയ് ചോപ്ര ആൻഡ് ഗീത ചോപ്ര മെമ്മോറിയൽ അവാർഡ്സ് ധീരതയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് നൽകുകയായി. ഈ കൊടും കുറ്റവാളികളായ ബില്ല രംഗ ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത് നടപ്പാക്കുകയും ചെയ്തു. ജസ്റ്റിസ് വാസ് സെർവ്ഡ്. പക്ഷേ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് 2 നല്ല മക്കളെയായിരുന്നു. സോ അതിനെ ബേസ് ചെയ്താണ് നെറ്റ്ഫ്ലിക്സിലുള്ള ഈ സീരിയൽ. കാണാൻ മറക്കരുത്, രാഖ്.